ഇസ്രായേൽ ഗാസയെ വീണ്ടും നരകക്കുഴിയാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഈ റമദാൻ മാസത്തിൽ ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു വ്യോമാക്രമണം നടത്തി 2 ദിവസം കൊണ്ട് 600-ലേറെ പേരാണ് അതിൽ മരണപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം അത് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ വലിയ ഒരു ആക്രമണം, ഒരു ബോംബാക്രമണം ഗാസയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ അഭൂതപൂർവമായ ബോംബാക്രമണം എന്നാണ് ഇതിനെ സകല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. 85 ഫലസ്തീനികളാണ് ഇതിൽ കുറഞ്ഞത് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസ് സൈനിക താവളങ്ങളിലും നിരവധി വീടുകളിലും ബോംബുകളും മിസൈലുകളും വർഷിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഗാസ നഗരത്തെയും ഗാസ മുനമ്പിലെ പ്രദേശങ്ങളെയും മുഴുവനും നാശത്തിലാക്കിയിരിക്കുന്നു ഇത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ വടക്കോട്ട് പോകുന്ന പ്രധാന ഹൈവേ ഉപയോഗിക്കരുതെന്ന് ഇസ്രായേൽ സൈന്യം ഫലസ്തീനികൾക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവർക്ക് തെക്കൻ തീരദേശ റോഡ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ അവരോട് പറഞ്ഞിരുന്നത്. കാര്യം ലളിതവും വ്യക്തവുമാണ്. വടക്കൻ പാത മെഡിറ്ററേനിയൻ തീരത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സിനായ് ഉപദ്വീപിൽ ഇറങ്ങാൻ ആ പ്രദേശം ഒരു താവളമാണ്. ഹമാസിന്റെ നിയന്ത്രണത്തിലായാൽ ഇസ്രായേലോ അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ അത് സഹിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ വഴി പോകരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിയത്. എന്നാൽ ആ വഴി പോകുകയും ആ താവളങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഇസ്രായേൽ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് അത് ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഫലസ്തീനിൽ അഴിച്ചുവിട്ടത്. കഴിഞ്ഞ വർഷം ഹമാസ് ദക്ഷിണ ഇസ്രായേലിനെ ആക്രമിച്ചത് തൊട്ടാണ് ഈ ഒരു യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. ഏകദേശം 1200 പേർ അതിൽ മരണപ്പെടുകയും 250-ലധികം പേരെ അങ്ങനെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇത് ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞ ഫലസ്തീനികൾ തെക്കൻ ഇസ്രായേലിലേക്കും മധ്യ ഇസ്രായേലിലേക്കും റോക്കറ്റുകൾ പ്രയോഗിച്ചതായിട്ടാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ചുറ്റും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി. തുടർന്ന് പ്രതികാരമായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇടയിലുള്ള രാത്രിയിൽ ഇസ്രായേൽ ഗാസ മുനമ്പിൽ കനത്ത ബോംബുകളും മിസൈലുകളും ഹമാസ് താവളങ്ങൾ കേന്ദ്രീകരിച്ച് വർഷിച്ചു എന്നും അറിയുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയാണ് 85 പേർ മരണപ്പെട്ടത് എന്ന റിപ്പോർട്ട് വരുന്നത്. ഇതോടൊപ്പം തങ്ങളുടെ സൈന്യം ബെയ്ൻ ലാഹിയ നഗരത്തെ കരസേനാ നടപടിയിലൂടെ ഇല്ലാതാക്കിയതായി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം വടക്കൻ പാത ഉപയോഗിക്കരുതെന്ന് ഫലസ്തീനികൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നിരവധി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജനുവരിയിൽ വെടിനിർത്തൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീനികൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ആ വാസസ്ഥലങ്ങളും അവശിഷ്ടങ്ങൾ പോലെയായിക്കൊണ്ടിരിക്കുന്നെങ്കിലും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അവർക്ക് ഇപ്പോഴും സന്തോഷമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങല്, നിങ്ങളുടെ വീട് മറന്നേക്കൂ എന്നാണ് ഇസ്രായേൽ അവരോട് പറയുന്നത്. എന്തായാലും ഹമാസ് സമാധാന നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ലംഘിച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. അതിനാൽ വെടിനിർത്തൽ ഞങ്ങൾക്ക് ലംഘിക്കേണ്ടി വന്നു എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. മുൻ കരാറുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതിനാൽ ഇസ്രായേൽ അവതരിപ്പിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കാനും സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നു. എന്തായാലും ട്രംപ് ഭരണകൂടം വെടിനിർത്തലിന് വീണ്ടും മധ്യസ്ഥത വഹിക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 600-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. എന്നിട്ടും ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നത് വലിയ രീതിയിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ചെയ്തിയാണ് എന്നാണ് ഇപ്പോൾ ഫലസ്തീൻ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹമാസിന് നേരെ ഇസ്രായേൽ വലിയ രീതിയിൽ റമദാൻ മാസത്തിൽ ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.